ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൈദി എന്ന സിനിമയിലൂടെ പുതിയൊരു യൂണിവേഴ്സ് സൃഷ്ടിച്ച സംവിധായകനാണ് ലോകേഷ് കനകരാജ്. കൈദി എന്ന സിനിമ റിലീസായ സമയത്ത് തന്നെ ഇതിനൊരു പൂർണ്ണത ഇല്ല എന്നും ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന തരത്തിലുള്ള റൂമറുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീട് സംവിധായകനിൽ നിന്ന് തന്നെ ഇതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷനും നമുക്ക് ലഭിച്ചിരുന്നു. കൈദിക്ക് ശേഷം ലോകേഷിന്റെ സംവിധാനത്തിൽ പിന്നീട് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിക്രം. കമലഹാസനെ നായകനാക്കി വിജയ് സേതുപതി ഒരു പ്രധാന നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ഒരു സിനിമ ലോകേഷിന്റെ എൽസിയുമായി ബന്ധപ്പെട്ട സിനിമയാണോ എന്ന തരത്തിലുള്ള റൂമറുകൾ സിനിമയുടെ റിലീസിന് മുന്നേ ഉണ്ടായിരുന്നു എങ്കിലും അതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രെയിലർ റിലീസ് ആയതിനു ശേഷം ട്രെയിലറിലെ ചില ഹിഡൻ ഡീറ്റെയിലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് കൈദിയുമായി ഒരു ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റൂമറുകൾ റിലീസിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ റിലീസിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്നതും ഇത് എൽസിയുമായി ബന്ധപ്പെട്ട സിനിമയാണോ എന്ന് അറിയുവാൻ വേണ്ടിയായിരുന്നു. റിലീസിന് ശേഷം നമ്മൾ കണ്ടതാണ് വിക്രം എന്ന സിനിമ എൽസിയു യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായി മാറിയിരിക്കുകയാണ്. കാരണം കൈദി എന്ന സിനിമയുടെ ഒരു ക്രോസ് ഓവറും അതോടൊപ്പം തന്നെ എൽസിയു എന്ന ഈ ഒരു യൂണിവേഴ്സിന്റെ ഒരു പ്രധാന വില്ലൻ എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന റോളക്സ് എന്ന കഥാപാത്രത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ കൂടിയായിരുന്നു വിക്രം എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടത്. ഇങ്ങനെ രണ്ട് സിനിമകൾ റിലീസ് ചെയ്തുകൊണ്ട് എൽസിയു എന്ന തൻ്റെ യൂണിവേഴ്സിനെ ശക്തീകരിക്കുകയും എൽസിയു എന്ന തൻ്റെ യൂണിവേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിന് ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ലോകേഷ് എന്ന സംവിധായകന് സാധിച്ചിരിക്കുകയാണ്. പിന്നീടാണ് ലോകേഷിന്റെ സംവിധാനത്തിൽ മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ശേഷം വിജയുമായി ഒരുമിച്ച് ലിയോ എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. ലിയോ എന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ലോകേഷ് പറഞ്ഞത് ഇത് എൽസിയുമായി ബന്ധപ്പെട്ട സിനിമയല്ല എന്നായിരുന്നു. എന്നാൽ ലോകേഷിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഏതൊരു സിനിമ പുറത്തിറങ്ങിയാലും അതെല്ലാം തന്നെ എൽസിയു ആണ് എന്ന തരത്തിലുള്ള റൂമറുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ലിയോ ഇറങ്ങിയ സമയത്തും ഇത് എൽസിയുമായി ബന്ധപ്പെട്ട സിനിമയാണ് എന്ന് പ്രേക്ഷകർ പറഞ്ഞുവെങ്കിലും ഇതൊരിക്കലും ഒരു എൽസിയു സിനിമയല്ല എന്ന് സംവിധായകനായ ലോകേഷ് തർപ്പിച്ചു പറയുകയുണ്ടായി. എന്നാൽ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലായി കൈദി എന്ന സിനിമയിലെയും വിക്രം എന്ന സിനിമയിലെയും പല കഥാപാത്രങ്ങളുടെ റെഫറൻസുകളും നമുക്ക് ലിയോ എന്ന സിനിമയിൽ കാണുവാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ലിയോ എന്ന സിനിമയ്ക്കും കൈദി എന്ന സിനിമയ്ക്കും സെയിം അവസ്ഥ തന്നെയായിരുന്നു. കണ്ടു കഴിയുമ്പോൾ ഇതിനൊരു പൂർണ്ണത ഇല്ല എന്നും ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന തരത്തിലുള്ള റൂമറുകൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് വിജയ് തൻ്റെ സിനിമ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് കടക്കുവാൻ വേണ്ടി പോകുന്നു എന്ന തരത്തിലുള്ള ന്യൂസുകൾ പുറത്തു വന്നത്. പിന്നീട് വിജയ് തന്റെ അവസാന സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ അനൗൺസ് ചെയ്യുകയും ഉണ്ടായി. പിന്നീട് വിജയുടെ ലിയോ എന്ന സിനിമയും അതിന് എൽസിയുവിലുള്ള ഇമ്പോർട്ടൻസും ഒരു ചോദ്യചിഹ്നമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു തമിഴ് ഇന്റർവ്യൂവിൽ ലോകേഷ് കൊടുത്ത ചില അപ്ഡേറ്റുകളാണ് വീണ്ടും ലിയോ എന്ന സിനിമയെ ചർച്ചാ വിഷയമാക്കി വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു ഇന്റർവ്യൂവിൽ ലോകേഷ് പറഞ്ഞ ചില അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നമ്മൾ പരിശോധിക്കുവാൻ വേണ്ടി പോകുന്നത്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്റർവ്യൂവിൽ ലോകേഷ് പറയുന്നത് താൻ അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം കൈദി 2 ആണെന്നും അതിനുശേഷം വിക്രം 2 സംഭവിക്കും എന്നാണ് ലോകേഷ് ഇന്റർവ്യൂവിൽ കൊടുത്ത അപ്ഡേറ്റിൽ പറയുന്നത്. റോളക്സ് എന്ന സിനിമ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിരിക്കുമെന്നും അത് ഇപ്പോഴില്ല പിന്നീടായിരിക്കും നടക്കാൻ പോകുന്നതും എന്നും ഒരു അപ്ഡേറ്റ് ലോകേഷ് പറയുന്നുണ്ട്. സൂര്യയുടെ കറണ്ട് കമ്മിറ്റ്മെന്റ്സ് എല്ലാം തീർന്നതിന് ശേഷം മാത്രമായിരിക്കും റോളക്സ് എന്ന സിനിമയുമായിട്ട് മുന്നോട്ട് പോകുക എന്ന തരത്തിലാണ് ലോകേഷ് പറഞ്ഞു വെക്കുന്നത്. ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വിജയ് ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് കടക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. തന്റെ അവസാന സിനിമ എന്ന തരത്തിൽ ഒരു സിനിമയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ലിയോ എന്ന സിനിമയും അതിൽ വിജയുടെ ക്യാരക്ടറിനും എൽസിയുവിലുള്ള ഇമ്പോർട്ടൻസ് എന്തായിരിക്കും, ഇനി വരാൻ പോകുന്ന സിനിമകളിലും എൽസിയു എന്ന യൂണിവേഴ്സിൽ ഈ ഒരു സിനിമയ്ക്കും ഈ ഒരു ക്യാരക്ടറിനുമുള്ള ഇമ്പോർട്ടൻസ് എന്തായിരിക്കും എന്നാണ് ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തി ലോകേഷിനോട് ചോദിക്കുന്നത്. അപ്പോൾ ലോകേഷ് മറുപടി പറയുന്നത് ലിയോ 2 എന്ന സിനിമ തീർച്ചയായും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള ഫുൾ സ്റ്റോറിയും കാര്യങ്ങളും എൻ്റെ പക്കലുണ്ട്. എന്നാൽ സിനിമ നടക്കുമോ ഇല്ലയോ എന്നത് വിജയ് സാറിൻ്റെ സമയമനുസരിച്ചായിരിക്കും എന്നാണ് ലോകേഷ് പറഞ്ഞു വെക്കുന്നത്. അതായത് വിജയ്ക്ക് സിനിമ ചെയ്യുവാൻ വേണ്ടി ഉള്ള ഒരു താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും ലിയോ 2 നടക്കും എന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ലോകേഷ് പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ വിജയ് സിനിമ ചെയ്യുന്നില്ല എങ്കിൽ എൽസിയു എന്ന സിനിമാറ്റിക് യൂണിവേഴ്സിൽ ലിയോ എന്ന സിനിമയ്ക്കും അതിലെ വിജയ് ചെയ്ത കഥാപാത്രത്തിനെ ചെറിയ രീതിയിൽ റെഫറൻസ് ചെയ്തുകൊണ്ട് പിന്നീട് അതിനെ പൂർണ്ണമായും ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയായിരിക്കാം
ഒരുപക്ഷെ സംവിധായകനായ ലോകേഷ് ശ്രമിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ലോകേഷ് പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ആണ് തനിക്ക് ലിയോ 2 ചെയ്യുന്നതിനേക്കാളും താല്പര്യം വിജയുമായി ഒന്നിച്ച് താൻ ആദ്യം ചെയ്ത മാസ്റ്റർ എന്ന സിനിമയുടെ 2ാം ഭാഗം ചെയ്യുന്നതിലാണ് തനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്നാണ് ലോകേഷ് കനകരാജ് പറഞ്ഞു വെക്കുന്നത്. നമ്മളെല്ലാവരും ലിയോ 2 എന്ന് വരും അല്ലെങ്കിൽ എങ്ങനായിരിക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവസരത്തിലാണ് ലോകേഷ് തനിക്ക് ലിയോ 2വിനേക്കാൾ താല്പര്യം മാസ്റ്റർ 2 ചെയ്യാനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അപ്ഡേറ്റുകൾ ലോകേഷ് ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മാസ്റ്റർ 2വുമായി ബന്ധപ്പെട്ട് ഫുൾ സ്റ്റോറി എൻ്റെ പക്കലുണ്ട് എന്നും അത് വിജയ്ക്ക് അറിയാവുന്നതാണ് എന്നുമാണ് ലോകേഷ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വിജയ് സമ്മതിക്കുകയാണ് എങ്കിൽ നമുക്ക് ലോകേഷ് കനകരാജുമായി ഒന്നിച്ച് വിജയുടെ 2 സിനിമകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. രണ്ടും ആദ്യ മൂവികളുടെ 2ാം പാർട്ടുകളായിരിക്കും. ഒന്ന് ലിയോ 2വും അതോടൊപ്പം തന്നെ മാസ്റ്റർ 2. പിന്നീടുള്ള സാധ്യതകൾ LCU എന്ന സിനിമാറ്റിക് യൂണിവേഴ്സിൽ ക്യാമിയോ റോളുകളിൽ വിജയ് വന്ന് അഭിനയിക്കുവാനുള്ള സാധ്യതയും നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റുകയില്ല. എല്ലാം തന്നെ വിജയ് സമ്മതിക്കുകയാണ് എങ്കിൽ നടക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ലോകേഷ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.